ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ രാവിലെ തന്നെ എനിക്ക് നല്ലൊരു പണി കിട്ടി കേട്ടോ. ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആയേ. തുണിയെല്ലാം ഇട്ട് ഓണാക്കി കഴിഞ്ഞപ്പോഴാണ് അതിന് ഓണാവാൻ ഒരു താല്പര്യം ഇല്ലെന്ന് മനസ്സിലായത്. കുറേ പ്രാവശ്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയും തിരിച്ചൊക്കെ നോക്കി, പക്ഷേ ഒരു രക്ഷയുമില്ല. നമുക്ക് വാഷിംഗ് മെഷീൻ ഇല്ലാണ്ട് ഒരു പണിയും നടക്കത്തില്ല കേട്ടോ. നമുക്ക് പുറത്ത് കല്ലയിലൊന്നും തുണി അലക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ പോയേക്കാന്ന് ഓർത്തു. ഞങ്ങൾ ക്രഫലിലാണ് വന്നാക്കുന്നത്. അപ്പം എല്ലാവരും കൂടെ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. വീക്കെൻഡിലാണ് നമ്മുടെ തുണിയലക്കും കാര്യങ്ങളൊക്കെ സാധാരണയായിട്ട് നടത്തുന്നത്. അപ്പം നമുക്ക് വാഷിംഗ് മെഷീൻ ഇല്ലാണ്ട് നമ്മൾ ഇത്രയും ഫാമിലി 5 പേരും കൂടെ ഉള്ളതുകൊണ്ട് തുണി ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഇലക്ട്രോണിക് ഷോപ്പുകൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവരിങ്ങനെ എന്താ പറയുന്നത്, ആ വാഷിംഗ് മെഷീൻ ഒഴികെ ബാക്കി എല്ലാം ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്കും എപ്പോഴും ഒന്നും വരുന്നൊരു ഷോപ്പല്ല ഇത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഇങ്ങനെ നോക്കി നടക്കുവാണ്. എല്ലാം കഴിഞ്ഞപ്പോഴാണ് വാഷിംഗ് മെഷീൻ്റെ സൈഡിലേക്ക് വരുന്നത്. അപ്പോൾ കുറേ എല്ലാം നോക്കിയതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്തത് ഈ ഒരു വാഷിംഗ് മെഷീനാണ്. സാംസങ്ങിൻ്റെ ഒരു മെഷീനാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പം 11 കിലോ കൊള്ളുന്ന രീതിയിലാണ്. നമ്മൾ 5 പേരുള്ളതുകൊണ്ട് തുണി കൂടുതലുണ്ടല്ലോ. നമ്മൾ സെലക്ഷൻ എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു സാധനം സെലക്ട് ചെയ്ത് അതിൻ്റെ പേയ്മെൻറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് തപ്പിപ്പരിധി നടക്കും. അങ്ങനെ കുറേ നേരം അങ്ങോട്ട് വീണ്ടും അതിനകത്തോടെ ഇങ്ങനെ കറങ്ങി നടന്നു കേട്ടോ. എല്ലാവർക്കും അവനവന് ഇഷ്ടമുള്ള ഓരോ ഏരിയയിലേക്കാണ് പോയത്. എനിക്കിഷ്ടമുള്ള കിച്ചണിൻ്റെ സാധനങ്ങളൊക്കെ ഉള്ള ഏരിയയിലേക്കാണ് വന്നത്. അപ്പോൾ ഇവിടെ വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ മറ്റേ പാത്രം കഴുകുന്ന മെഷീന്, പിന്നെ മിക്സി, അങ്ങനെയുള്ള കിച്ചണിൻ്റെ ഐറ്റംസ് എല്ലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പം പിറ്റേ ദിവസം തന്നെ അവർ ഡെലിവറി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ സംഭവം എത്തി കേട്ടോ. പുതിയ വാഷിംഗ് മെഷീനായിട്ട് വന്നു. പഴയ വാഷിംഗ് മെഷീൻ അവർ തിരിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. കാരണം നമുക്ക് പഴയ സാധനങ്ങൾ ഇവിടെ കളയാൻ ഭയങ്കര പാടാണ്. അപ്പം നമുക്ക് പുതിയത് തന്നു കഴിയുമ്പോഴത്തേക്കും അവർ നമ്മുടെ പഴയതുമായിട്ട് അവർ തന്നെ കൊണ്ടുപോകും. അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മുടെ സാധനമൊക്കെ ആയിട്ട് അവർ പോയി. നമുക്ക് പുതിയ വാഷിംഗ് മെഷീൻ കിട്ടി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റ ബൈ ബൈ.